ഹായ്. അപ്പോൾ ഇന്ന് കോൺട്രവേഴ്ഷ്യലായ ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞ പോലെ ചില സന്ദർഭങ്ങളിൽ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നുമ്പോഴാണ് ഞാൻ ചെയ്യുന്നത്, പറയണമെന്ന് തോന്നുമ്പോഴാണ് ഞാൻ പറയുന്നത്. ഇതിന് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒരു ഫ്ലോയിലൂടെ തരുന്ന ഈ കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ. അതിൻ്റെ ആധികാരികതയെപ്പറ്റി നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയെ പറ്റിയാണ്. വ്യക്തി എന്ന് പറയാനാവില്ല, ബേസിക്കലി ശിവൻ എന്ന് മലയാളത്തിൽ പറയും. മഹാദേവൻ, ദൈവങ്ങളുടെ ദൈവം എന്ന് പറയുന്ന മഹാദേവനും ശിവനുമായിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട് നമ്മുടെ ഈ കഥകളിൽ, പുരാണങ്ങളിൽ. ഒരുപാട് ആളുകൾ ഒരുപാട് എഴുതി ഒരുപാട് സംസാരിച്ച് മടുത്ത, അല്ലെങ്കിൽ കേൾക്കുന്നവനെ ത്രസിപ്പിക്കുന്ന ഒരു കഥയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് നമ്മുടെ സാക്ഷാൽ പരമശിവൻ. അപ്പോൾ ശിവൻ ശരിക്കും ജീവിച്ചിരുന്നൊരു വ്യക്തിയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? എന്തിനധികം പറയുന്നു, ഈ കൈലാസവുമായി ബന്ധപ്പെട്ട് ശിവൻ ഒരു ഏലിയനാണ് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയാണ് എന്ന് പോലും ഇന്ന് കഥകളൊക്കെ ഉണ്ട്. അതിനെ സാധൂകരിക്കുന്ന ചില കാരണങ്ങളും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ കൈലാസത്തിൽ പോകുന്ന ആളുകൾക്ക് ഈ വളരെ ഫാസ്റ്റായിട്ട് സാധാരണഗതിയിൽ ഇപ്പോൾ കൈലാസത്തിൽ കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് വളരുന്നതിനേക്കാൾ വേഗത്തിൽ നിങ്ങളുടെ നഖവും മുടിയൊക്കെ വളരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്ത ചില ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട്. അതിൻ്റെ ആധികാരികതയെപ്പറ്റി എനിക്കറിയില്ല. അതുപോലെ ഈ കൈലാസ യാത്ര ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ട്. അതിലൊരു 90% ആളുകൾക്കും വളരെ മിസ്റ്റിക്കലായിട്ടുള്ള, മിസ്റ്റീരിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇത്തരം കഥകൾ വർദ്ധിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഏലിയൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട ഈ കഥകൾ വരാനുള്ള കാരണം പലപ്പോഴും അവിടെ ഈ മനസരോവറിൽ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ കൈലാസത്തിൽ ടൈം സ്പെൻഡ് ചെയ്തവർക്ക് രാത്രിയിൽ വളരെ മിസ്റ്റിക്കലായിട്ടുള്ള എക്സ്പീരിയൻസും അവരിതുവരെ കണ്ടിട്ടില്ലാത്ത ചില രൂപങ്ങൾ കാണുന്നു. ഈ മഞ്ഞ് മനുഷ്യൻ, ഹിമമനുഷ്യൻ, യതി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവർ കണ്ടതായി പറയുന്നു. ആകാശത്ത് നിന്ന് ചിലരൊക്കെ താഴേക്ക് വരുന്നതായി കണ്ടതായി റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ ആളുകൾ ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്തതാണ്. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് വളരെ വാസ്റ്റായിട്ടുള്ളൊരു ഓപ്പൺ സ്പേസിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് വളരെ കലുഷിതമാണ്. അതിങ്ങനെ ഓടിച്ചാടി മറിഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ മനസ്സിന് ഒരു സ്പേസാണ് ആവശ്യം, ശൂന്യതയാണ് വേണ്ടത്. ശൂന്യതയിലേക്ക് എത്തുമ്പോൾ മാത്രമേ, ആ ഒരു വേക്കൻറ്റ് സ്പേസ്, ആ ഒരു എം ടി സ്പേസിലേക്ക് എത്തുമ്പോൾ മാത്രമേ അവിടെ സത്യത്തിന് തെളിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അത് വരാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. ഒരു ബീച്ചിൽ പോയി കഴിഞ്ഞാൽ, ഒരു വലിയ മലയുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ, അപ്പോൾ അതിനിപ്പോൾ കൈലാസത്തിനാവണമെന്നില്ല, ഏത് മലയുടെ മുകളിൽ പോയാലും ഈ വാസ്റ്റായിട്ടുള്ള എം ടി സ്പേസുകളിൽ നിങ്ങൾ പോയി, ഒരു മരുഭൂമിയിൽ പോയിരുന്നാൽ വാസ്റ്റായിട്ടുള്ള എം ടി സ്പേസുകളിൽ നിങ്ങൾ പോയിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി കാമാവും, ശാന്തമാവും. അതിന് ഈ സ്പിരിച്വലി ഹൈലൈറ്റഡ് ആയി ചെയ്യപ്പെടുന്ന മലകളിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. ഏത് മലയിൽ പോയാലും ഏത് ബീച്ചിൽ പോയാലും ഒരു വാസ്റ്റ് ആയിട്ടുള്ള സ്പേസ് കാണുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലൊരു ശാന്തത ഉണ്ടാകും. നമ്മുടെ മനസ്സിൻ്റെ റേസിങ് കുറയും. അതിനൊരു സൈക്കോളജിക്കൽ കാരണമൊക്കെ പറയുന്നുണ്ട്. സൈക്കോളജി അതിന് പല റീസൺസും പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ റിയാലിറ്റിയിൽ ഒരു വാസ്റ്റ്നെസ് കാണുമ്പോൾ നമ്മുടെ മനസ്സിലും ആ ഒരു വാസ്റ്റ്നെസ്സിൻ്റെ പ്രതിഫലനം ഉണ്ടായി നമ്മുടെ ചിന്തകളുടെ ആ ഒരു റേസിങ് കുറയാണ്. കൈലാസം പോലെ വളരെ മഹത്തായ, അത്രയും എന്താ പറയുക, കിലോമീറ്ററുകളോളം പരന്ന് കിടക്കുന്ന ആ ഒരു വാസ്റ്റ്നെസ് കാണുമ്പോൾ മനസ്സ് കൂടുതൽ എംപ്റ്റിനെസ്സിലേക്ക് പോകും. എന്നാൽ ആ ഒരു എംപ്റ്റിനെസ്സിലേക്ക് പോകാൻ, അവർ സ്വയമായിട്ട് മരിക്കാൻ പോകുന്നൊരു സാഹചര്യം മനസ്സിനുണ്ടാകുമ്പോൾ മനസ്സ് സ്വയം സംഭവിക്കുന്ന ആ ഒരു ഇല്ലായ്മ, അല്ലെങ്കിൽ മനസ്സിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മനസ്സ് ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത, കണ്ടിട്ടില്ലാത്ത രൂപങ്ങളൊക്കെ സൃഷ്ടിച്ചെന്നിരിക്കും. കാരണം മനസ്സിന് ഈ ഇല്യൂഷൻ ഇവിടെ നിലനിർത്തണം. ഈ ഇല്യൂഷൻ ഇവിടെ നിലനിർത്തിയാൽ മാത്രമേ മനസ്സിന് നിലനിൽപ്പുള്ളൂ. മനസ്സിന് നിലനിൽപ്പ് മനസ്സ് തന്നെ സ്വയം നോക്കുന്നൊരു കാര്യമാണ്. നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്നൊരു കാര്യമല്ല. മനസ്സിന് സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അത് നമ്മളെ വിട്ട് പോകാതിരിക്കാൻ നമ്മളടുത്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിൻ്റെ റിയാക്ഷൻസ് ആയിട്ട് സംഭവിക്കുന്നതാണ് ഇത്തരം എക്സ്പീരിയൻസുകൾ, ഇത്തരം യാത്രകൾ, അല്ലെങ്കിൽ ഇത്തരം കാഴ്ചകളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് കൂടുതലും കൈലാസത്തിൽ സംഭവിക്കുന്നൊരു ചോദ്യമുണ്ട്. നോക്കൂ, ഇത് ഏതൊരു ഹിമമലയിൽ പോയാലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ പർവ്വതാരോഹകരായിട്ട് പോകുന്ന ആളുകൾക്ക് പലർക്കും ഇത്തരം അനുഭവങ്ങളും ഉണ്ട്. ഈ പർവ്വതാരോഹകരായിട്ട് പോകുന്ന വളരെ ചെറിയൊരു ശതമാനം ആളുകളാണ്. ആ സ്ഥലങ്ങളിലേക്കൊന്നും ഈ മറ്റ് കൈലാസത്തിൽ പോകുന്ന ആളുകൾ പോകാറില്ല. ഈ കൈലാസം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഹിമമലയിലേക്ക് ആളുകൾ പോകാൻ കാരണം അതിനൊരു സ്പിരിച്വൽ, എന്താ പറയുക, ഒരു ഐഡൻറ്റിറ്റി ഉള്ളത് കൊണ്ടാണ്.
അപ്പോൾ വളരെ പ്രായമുള്ള ആളുകളും അല്ലാത്ത ആളുകളും വളരെ കഷ്ടപ്പെട്ട് കൈലാസത്തിലേക്ക് പോകും. കാരണം അവർ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടെന്ന് പറയുന്ന ഒരു മല ആയതുകൊണ്ട്. എന്നാൽ ഈ പർവ്വതാരോഹകരൊക്കെ പോകുന്ന പല മലകളിലേക്കും അല്ലെങ്കിൽ വലിയ മൗണ്ട് എവറസ്റ്റ് പോലുള്ള സ്ഥലങ്ങളിലേക്കൊന്നും ഇവർ പോകാൻ മെനക്കെടില്ല. പോയാൽ ചിലപ്പോൾ സർവൈവും ചെയ്യില്ല. കാരണം അതൊക്കെ കൈലാസത്തിനേക്കാൾ വലിയ സ്ഥലങ്ങളാണ്, വലിയ പൊക്കത്തിലുള്ള സ്ഥലങ്ങളാണ്. കൈലാസത്തിന് താഴ്വാര വരെ ആളുകൾ പോകാറുള്ളൂ. കൈലാസത്തിൽ ആരും കയറിയതായ റിപ്പോർട്ട് ഇതുവരെ ഇല്ല. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ അവൈലബിൾ ആയിരിക്കും. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈലാസത്തിൽ പോകുന്ന ആളുകളെല്ലാം സ്പിരിച്വലായി വാലിഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കൈലാസത്തിൽ അല്ലെങ്കിൽ മൗണ്ട് എവറസ്റ്റ് കീഴടക്കാൻ പോകുന്ന പർവ്വത ആരോഹകർക്ക് വരെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഇതുപോലത്തെ വിഷൻസും കാഴ്ചകളൊക്കെ അവർ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ മനസ്സ് കളിക്കുന്ന ഒരു കളിയായിട്ടാണ് ഞാൻ കാണുന്നത്. അത് വെറും ഒരു, ഇപ്പം നോക്കൂ, ഇത് വെറും ഒരു ഇലൂഷനാണെന്ന് നിങ്ങൾ പറഞ്ഞ് തള്ളിക്കളയാണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത്, നിങ്ങളിപ്പോൾ ഈ ഫോണിൽ കാണുന്ന വീഡിയോ പോലും ബേസിക്കലി ഒരു ഇലൂഷനാണ് സ്പിരിച്വൽ ആസ്പെക്റ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. സോ ആ സംഭവിക്കുന്ന കാര്യത്തിന് ഇലൂഷനാണെന്ന് പറയുമ്പോൾ അത് ഇല്ലാത്തൊരു കാര്യമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഇലൂഷൻ പോലെ തന്നെ ചിലപ്പോൾ അതും ഒരു യാഥാർത്ഥ്യമായിരിക്കാം. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതിൻ്റെ അൾട്ടിമേറ്റ് റിയാലിറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് അത് വെറും ഒരു സ്വപ്നം തന്നെയാണ്, ഒരു ഹാലൂസിനേഷൻ തന്നെയാണ്. ഈ ബേസിക്കലി ഈ ഓഡിറ്ററി ഹാലൂസിനേഷൻ അല്ലെങ്കിൽ വിഷ്വൽ ഹാലൂസിനേഷൻ വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അത് റെയറായിട്ടുള്ള ആളുകൾക്കാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ ആർക്കും സംഭവിച്ചെന്നിരിക്കാം. ഇനി അത് ഹാലൂസിനേഷൻ അല്ല എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ അല്ലെങ്കിൽ പോലും ഈ അൾട്ടിമേറ്റ് റിയാലിറ്റിയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ, ഇപ്പോൾ എല്ലാം മായ എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അതും ഒരു ഇലൂഷൻ തന്നെയാണ് അപ്പോഴും. എനിവേ, ഇതെല്ലാം ഒരു പാരഡോക്സ് ആണ്. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ കൺഫ്യൂസ്ഡ് ആകേണ്ട കാര്യമില്ല. നമുക്ക് പോയിന്റിലേക്ക് വരാം. അപ്പോൾ ഇത്തരം കാഴ്ചകൾ ഈ ഏലിയൻസ് അല്ലെങ്കിൽ ജീവി ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയായിട്ട് ആരോ ഇവിടെ വന്നിട്ടുണ്ട്, അന്യഗ്രഹവുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് ചിന്ത ആളുകൾ ജനിപ്പിക്കുന്നു. ഇതിന് പുറമേ തന്നെ ഈ ബുദ്ധമതത്തിൻ്റെ കാഴ്ചപ്പാടിലും കൈലാസം ഒരു മഹത്തായ, എന്താ പറയുക, സ്പിരിച്വൽ ആസ്പെക്റ്റുള്ള ഒരു സ്ഥലമാണ്. ഹിന്ദു മതത്തിൽ ഇതൊരു പുണ്യഭൂമിയായി കാണുന്ന പോലെ ബുദ്ധമതത്തിലും കാണുന്നുണ്ട്, ജൈനമതത്തിലും കാണുന്നുണ്ട്. ഈ മതങ്ങളിലെ പല കഥകളിലും പറക്കുന്ന ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ 1000 വർഷം മുമ്പ് എഴുതപ്പെട്ട കഥയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കഥകളിൽ പറക്കുന്ന ഒരു യന്ത്രം അല്ലെങ്കിൽ പറക്കുന്ന ഒരു മെഷീൻ ഈ സ്ഥലത്ത് വന്നിറങ്ങിയതിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഇതൊരു ഫാക്റ്റാണ്, നിങ്ങൾക്ക് വെരിഫൈ ചെയ്താൽ അറിയാം. അപ്പോൾ അതും ഒരു കാരണമാവാം ഇത്തരം കഥകൾ ഉണ്ടാവാൻ. അപ്പോൾ എൻ്റെ ഒരു തിരിച്ചറിവിനെ പറ്റി ഞാൻ പറയാം. ഞാൻ മനസ്സിലാക്കുന്നത് ശിവൻ എന്ന് പറയുന്നതാണ് ബോധം, അതായത് ശുദ്ധമായ ബോധം. നിങ്ങൾ ശുദ്ധമായ ബോധത്തിൽ അല്ലെങ്കിൽ ഒരു പ്യുവർ അവയർനെസ്സിൽ, അല്ലെങ്കിൽ ഒന്നിനെയും ജഡ്ജ് ചെയ്യാതെ നിങ്ങൾ തന്നെ എല്ലാം കാഴ്ചയും കാണുന്ന ഒരു അവയർനെസ്സോടുകൂടി എന്തിനേയും കണ്ടു കഴിഞ്ഞാലോ പ്രവർത്തിച്ചു കഴിഞ്ഞാലോ അത് നിങ്ങൾ ശിവനിൽ കൂടെ കാണുന്നതോ ശിവനിൽ കൂടെ പ്രവർത്തിക്കുന്നതോ ആണെന്ന് പറയാം. രമണ മഹർഷി ശിവൻ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ അൾട്ടിമേറ്റ് സെൽഫിനെയാണ്. അതുപോലെ തന്നെ തിരുവണ്ണാമലയെയും അദ്ദേഹം ശിവനായി കാണുന്നു. മനസ്സിലായില്ല? അതായത് സെൽഫ് റിയലൈസ് ചെയ്യുന്ന ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ശിവനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹവും സ്വയം ശിവൻ തന്നെയാണ്. അതുപോലെ തിരുവണ്ണാമലയും ശിവനാണ്. ഈ കൈലാസത്തിനുള്ള അതേ പ്രത്യേകത തന്നെ ഉള്ളതായിട്ടാണ് പറയുന്നത് ഈ തിരുവണ്ണാമലയ്ക്ക്. രണ്ടും ശിവൻ്റെ അവതാരങ്ങളാണ്, അല്ലെങ്കിൽ ശിവൻ്റെ പര്യായ രൂപമാണ്. ഇനി അതും അല്ലെങ്കിൽ അത് ശിവൻ തന്നെയാണ്, അതാണ് സത്യം. അപ്പോൾ ശരിക്കും എന്താണ് ശിവൻ? ഒരു വ്യക്തിയാണോ, അന്യഗ്രഹ ജീവിയാണോ, അതുപോലെ ഈ പറയുന്ന മലകളാണോ, അതോ നമ്മുടെ ശുദ്ധബോധമാണോ? ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ശിവനാണ്. നോക്കൂ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കൈലാസത്തിൽ അന്യഗ്രഹത്തിൽ നിന്നൊരു മനുഷ്യനോ ഒരു ജീവിയോ വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനിവിടെ പ്രസക്തിയില്ല. ആ ജീവി ഈ പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഈ പറയുന്ന ശുദ്ധബോധം അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിവനാണ്. അല്ലെങ്കിൽ അദ്ദേഹം അച്ചീവ് ചെയ്തത് എന്താണോ അതാണ് ശിവം. ശിവം അച്ചീവ് ചെയ്തവൻ ആരോ അവൻ ശിവൻ. അതാണ് കാഴ്ചപ്പാട്. ഈ മൾട്ടിപ്പിൾ ഡയമെൻഷൻസും മൾട്ടിപ്പിൾ റിയാലിറ്റികളും എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് ഇഹലോകവും പരലോകവും നമുക്ക് കാണാൻ കഴിയാത്ത ഡയമെൻഷൻസും കോൺഷ്യസ് ലെവലുകളും എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇതെല്ലാം നമ്മൾ കാണുന്ന, നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന ആ ഒരു ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇവിടെ ഭൂമി എന്നൊരു ഗ്രഹമുണ്ട്, പുറത്ത് മറ്റൊരു ഗ്രഹം ഉണ്ടായിരിക്കും. ആ ഗ്രഹത്തിൽ നിന്ന് ഒരാൾ ഇവിടെ വരുന്നതും ഇവിടെ നിന്ന് പോകുന്നതും
ഇതെല്ലാം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡ്രാമ അല്ലെങ്കിൽ ഈ ഒരു പ്ലേ അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ശുദ്ധമായ ബോധം എപ്പോഴും എവിടെയും കാലങ്ങൾക്കും ദേശങ്ങൾക്കും ഡയമെൻഷൻസിനും അതീതമായി നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. അതാണ് ബേസിക്കലി ശിവം അല്ലെങ്കിൽ ശിവനായി ഞാൻ കാണുന്നത്, മനസ്സിലാക്കുന്നത്. അതിലിങ്ങനെ രൂപങ്ങൾ വന്ന് പോയിക്കൊണ്ടിരിക്കും, ലോകങ്ങൾ വന്ന് പോയിക്കൊണ്ടിരിക്കും, പ്രപഞ്ചങ്ങൾ വന്ന് നിമിഷാർദ്ധങ്ങൾ കൊണ്ട് ഇല്ലാതായി പോകും. ഒരു പ്രപഞ്ചം നിമിഷാർദ്ധം കൊണ്ട് ശുദ്ധബോധത്തിൽ ഇല്ലാതായി പോകുമ്പോൾ കോടാനുകോടി വർഷങ്ങളായിരിക്കാം ആ പ്രപഞ്ചത്തിനകത്തുള്ള ജീവികളോ മനുഷ്യരോ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോഴും നിങ്ങൾ ഇതിൻ്റെ ആ ഒരു സത്ത മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഒരു സിനിമ പോലെ തന്നെ ഒരു മിഥ്യാധാരണയാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്, ഞാൻ ഈ പറയുന്ന വീഡിയോ കാണുന്നത് പോലും ഒരു ഗെയിം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സിനിമയിലെ ഒരു സ്ക്രീനിനകത്ത് കാണുന്ന സിനിമയാണ്. ആ സ്ക്രീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അവയർനെസ് ആണ്, നിങ്ങളുടെ ബോധമാണ്. അതാണ് അൾട്ടിമേറ്റ്, അതാണ് ശിവം. അപ്പോഴും ഇപ്പം നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ റിയാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഇലൂഷൻ അല്ലെങ്കിൽ ഈ ഒരു സിനിമ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് പുറത്ത് വരുന്നില്ല. നമ്മൾ പുറത്ത് വന്നാലും ഇല്ലെങ്കിലും ഈ സിനിമ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഫാക്റ്റ് നമുക്ക് ഡിനൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ സിനിമയിൽ പലതും സംഭവിക്കാം, മൾട്ടിപ്പിൾ റിയാലിറ്റി ഇതിൽ സംഭവിക്കാം. ഇവിടെ പരകായ പ്രവേശം നടക്കാം, ഇവിടെ മിറാക്കൾ സംഭവിക്കാം. കൈലാസം എന്ന് പറയുന്ന ഭൂമിയുടെ ഒരു പോയിന്റിൽ അന്യഗ്രഹത്തിൽ നിന്നൊരു ജീവി വന്നിറങ്ങാം. ആ ജീവി ചിലപ്പോൾ ഈ പറയുന്ന പ്യുവർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധത്തെ അറിഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ പല കഥകളിലും പറയുന്നത് പോലെ ആദ്യമായ ബോധത്തെ അറിഞ്ഞത് അദ്ദേഹമായിരിക്കാം. അതായത് ആദ്യം ഈ സിനിമ ബ്രേക്ക് ചെയ്ത് ആ സ്ക്രീനിനെ തിരിച്ചറിഞ്ഞ വ്യക്തി ഈ ഒരു ഇലൂഷൻ്റെ പുറത്തേക്ക് വന്ന്, ഈ മിഥ്യാധാരണയുടെ പുറത്തേക്ക് വന്ന് ശുദ്ധമായ ബോധത്തെ മനസ്സിലാക്കിയ ആദ്യത്തെ വ്യക്തി, അല്ലെങ്കിൽ ആദ്യം അത് സംഭവിച്ച പ്രതിഭാസം. കാരണം വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഇല്ല, അത് നമ്മുടെ ഉള്ളിലുള്ള ഐഡൻറ്റിറ്റിയാണ്. എല്ലാം ബോധം തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെയാണ്. സോ ബേസിക്കലി വ്യക്തിയില്ല അവിടെ. ഈ ഒരു മിഥ്യാധാരണ, ഈ ഒരു ഇമേജ്, ഈ ഒരു സിനിമ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിനിമയിൽ ആദ്യമായ ഒരു തവണ ആ ഒരു സിനിമയിൽ നിന്നൊരു കഥാപാത്രം പുറത്തേക്ക് വീഴുകയാണ്, അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുകയാണ്. ആ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പനിങ് ആ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ക്രീനിലേക്ക് വരികയാണ്. ആ സ്ക്രീനായ ബോധത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആ ബോധത്തിലേക്ക് ഉണർവ്, ആ ഒരു ഉയർച്ച അല്ലെങ്കിൽ ആ ഒരു വേക്കപ്പ് കോൾ സംഭവിക്കുകയാണ്. അതെവിടെ സംഭവിച്ചോ ആ മൂമെൻ്റാണ് ശിവം, ആ മൂമെൻ്റാണ് ശിവൻ. ആ മൂമെൻ്റ് ഒരു വ്യക്തിയിലൂടെ സംഭവിച്ചോ, ഒരു അന്യഗ്രഹ ജീവിയിലൂടെ സംഭവിച്ചോ, അല്ലെങ്കിൽ ഈ അവൻ, ഞാൻ എന്ന് പറയുന്ന ഈ വാക്കുകളുണ്ടല്ലോ, ഈ വാക്കുകൾ പലതും എക്സ്പ്രസ് ചെയ്യാൻ തികയില്ല. ഈ വാക്കുകൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. കാരണം ഭാഷ എന്ന് പറയുന്നത് ചിന്തയിൽ നിന്ന് രൂപീകരിക്കപ്പെടുന്ന ഒന്നാണ്. ആദ്യം ശാന്തത, അതിനു മുമ്പ് സൈലൻസിൽ നിന്നാണ് ശബ്ദമുണ്ടാവുകയും ശബ്ദത്തിൽ നിന്നാണ് ഭാഷയൊക്കെ ഉണ്ടാവുന്നത്. ഭാഷയിൽ നിന്നാണ് വാക്കുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വാക്കുകളും ഭാഷ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരു വാക്ക് വച്ച് സൈലൻസിനും അതീതമായ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പം അതുകൊണ്ട് ശിവനൊരു വ്യക്തിയാണോ, ശിവനൊരു ഫോമാണോ, ശിവനൊരു രൂപമാണോ, ശിവനൊരു ഹാപ്പനിങ് ആണോ, ശിവനൊരു പ്രതിഭാസമാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ശുദ്ധബോധത്തിൽ അറിയുമ്പോൾ ശിവം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സംഭവിക്കുക. നിങ്ങൾക്കല്ല സംഭവിക്കുന്നത്, കാരണം നിങ്ങളില്ലാതാവുമ്പോഴാണ് ശരിക്കും നടക്കുന്നത്. ശിവം സംഭവിക്കുക, ശിവനായി മാറാം, ആ ഒരു പ്രതിഭാസം ഹാപ്പൻ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഈ ചിന്തിക്കുന്ന, നിങ്ങൾ ഈ വാലിഡേറ്റ് ചെയ്ത ഞാനിത് അറിയണം, ഇത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്ന മനസ്സുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ശിവനെ അറിയാൻ സാധിക്കില്ല. അങ്ങനെ ആരെങ്കിലും അറിഞ്ഞതായി പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോഴുള്ള ഇലൂഷനും പുറമേ കൂടുതൽ വലിയ വലിയ മായയിലേക്ക് പോവുകയാണ്, കൂടുതൽ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യാണ്, കൂടുതൽ കോംപ്ലക്സ് സിറ്റുവേഷനിലോട്ട് പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഭാഷയിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സൈലൻസിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുമെങ്കിൽ അത് എല്ലാവർക്കും റിസീവ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. ഭാഷയിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ, ഭാഷയിലൂടെ ഞാനൊരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ നോക്കുമ്പോൾ പല വാക്കുകളിലൂടെ നമുക്കത് പറയേണ്ടി വരും. അപ്പോൾ എനിക്ക് ഈ ഒരു രൂപവുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് ഞാൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് സംസാരിക്കാൻ പറ്റും. പക്ഷേ എന്നാൽ ശരിക്കും ഇവിടെ ഞാനുണ്ടോയെന്ന് ചോദിച്ചാൽ അതെൻ്റെ മനസ്സ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു സെൽഫ് ഐഡൻറ്റിറ്റിയാണ്. ശരിക്കും ഞാനില്ല.
ഇവിടെ ഈ ഒരു രൂപമുണ്ട്, അപ്പുറത്തൊരു രൂപമുണ്ട്, ഇതെല്ലാം ഒരേ ഫീൽഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ശിവനെ നമുക്കൊരു വാക്ക്, ശിവൻ എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പേര്, ആ ഒരു പേര് ശിവം എന്ന് പറയുന്നൊരു വാക്ക്, ഒരു പ്രതിഭാസം എന്ന് പറയുന്ന മറ്റൊരു വാക്കാണ്. അപ്പം ഇത്തരം വാക്കുകൾ വെച്ച് വാക്കിനും ഭാഷയ്ക്കും നിശബ്ദതയ്ക്കും ഒക്കെ അതീതമായ ഒരു കാര്യമാണ് നമ്മളിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് തീർച്ചയായും പറഞ്ഞ് മനസ്സിലാക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സാധിക്കുന്ന കാര്യമല്ല. അറിയാൻ സാധിക്കും എന്നെങ്കിലും ഒരിക്കൽ. ആരറിയുമെന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. അറിവ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഹാപ്പനിങ് ഇവിടെ സംഭവിക്കും. അത് സംഭവിക്കുമ്പോൾ അത് തന്നെയാണ്. എനിവേ, ഇത്തരം ഹാപ്പനിങ്സ് പണ്ടും ചിലപ്പോൾ പിന്നെയും കാലാകാലങ്ങളിൽ ഉണ്ടായതായി പറയപ്പെടുന്നു. ഇനിയും ഉണ്ടാവുമായിരിക്കാം. തിരുവണ്ണാമലയിലും ഇതുപോലൊരു സംഭവം ഉണ്ടായതിൻ്റെ ഒരു സിമിലർ പൗരാണിക ഒരു കഥയുണ്ട്. നിങ്ങൾ അതൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. സോ ഇത്തരം ഹാപ്പനിങ്സിനെയും ഇത്തരം ഇവൻസിനെയും ഈ വ്യക്തിപരമായിട്ടുള്ള കഥകളെയും ഇത്തരം സ്റ്റോറി ഇതിനെപ്പറ്റി ആസ്പയർ ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം രമണ മഹർഷി പറഞ്ഞു തന്നെ വീണ്ടും കോട്ട് ചെയ്ത് പറയാം, നമ്മൾ ഒരു ദൈവീകമായ അനുഗ്രഹം അല്ലെങ്കിൽ ആ ശുദ്ധബോധം നമ്മളെ വിളിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇത്തരം വീഡിയോസ് കാണാനും ഇതിനെപ്പറ്റിയൊക്കെ അറിയാനും ഇത്തരം ബോധോദയം നേടിയെന്ന് പറയുന്ന വ്യക്തികളെ പറ്റി സംസാരിക്കാനും അവരുടെ കഥകൾ അറിയാനും അവരെ പറ്റി ചിന്തിക്കാനും അല്ലെങ്കിൽ അവരെ പോലെ ആവണമെന്നുള്ള ആഗ്രഹമൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ. അതൊരു സ്റ്റാർട്ടാണ്. കാരണം റിപ്പീറ്റഡ്ലി കറങ്ങിക്കൊണ്ടിരിക്കുന്ന മനസ്സിൻ്റെ പാറ്റേണിൽ നിന്ന് പുറത്തു വരാൻ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ്, യഥാർത്ഥ സെൽഫ് നമ്മുടെ ഒരു വലിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. പിന്നെ ആദ്യം നമ്മൾ ചില എഫേർട്ടുകളൊക്കെ ഇടേണ്ടി വരും. നമ്മളല്ലേ ഈ പ്രതിഭാസം ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നതല്ല, അത് കാലത്തിലോ ദേശത്തിലോ സമയത്തിലോ സംഭവിക്കുന്നതല്ല. അപ്പോൾ അത് സംഭവിക്കാനുള്ള വിളനിലം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി വരണം. എന്നാൽ ഇതൊരു സിനിമയായി നമുക്ക് കാണാം. ഇതൊരു സിനിമയായി നമ്മൾ കാണുമ്പോൾ ആ സിനിമയ്ക്കൊരു കഥയുണ്ട്, ആ സിനിമയ്ക്കൊരു തുടക്കവും ഒരു ഒടുക്കവും ഉണ്ട്. അപ്പം ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന സമയത്ത് ഈ കഥ ഉദ്യോഗജനകമായി മാറും. ഹീറോ ക്ലൈമാക്സിൽ ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു ക്ലൈമാക്സിൽ ഹീറോ ആഗ്രഹിക്കുന്ന കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി ചില മുന്നൊരുക്കങ്ങൾ എടുക്കേണ്ടി വരും. നമ്മളീ പറയുന്ന ഫോർമൽ മെഡിറ്റേഷനും ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള താല്പര്യവും ഈ മതഗ്രന്ഥങ്ങൾ, പൗരാണികമായ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നതൊക്കെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ലക്ഷണവും അതിലേക്ക് ലീഡ് ചെയ്യുന്ന പാത്ത് വേയുമാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കേണ്ട സമയം വരും. ധ്യാനം സ്വാഭാവികമായി സംഭവിക്കണം. യാഥാർത്ഥ്യം സ്വാഭാവികമായി നിങ്ങളിലേക്ക് വിളിച്ചുണ്ടാവണം. നിങ്ങളിലേക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ ഒരു ശരീരത്തിൽ സംഭവിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ബേസിക്കലി നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ അവിടെ സ്വാഭാവികത സംഭവിക്കില്ല. കാരണം വ്യക്തിത്വം നമ്മുടെ ഉള്ളിൽ ഞാനെന്ന് പറയുന്ന ഭാവം ഇല്ലാതാവുമ്പോഴാണ് യാഥാർത്ഥ്യം വെളിവാകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഈ പാത്ത് വേ ഫോളോ ചെയ്യുന്നവർ അങ്ങനെ വായിച്ചിട്ടെങ്കിലും ഉണ്ടാവാം. ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾ നാളെ കൈലാസത്തിൽ പോയാൽ, ഇപ്പം ഈ സിനിമയ്ക്കുള്ളിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അപ്പം നിങ്ങൾ നാളെ കൈലാസത്തിൽ പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുപോലെ അത്ഭുതകരമായ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കാം. നമുക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനുഭവമാണ് ഉണ്ടാകുന്നത്, യാഥാർത്ഥ്യമല്ല. അനുഭവം ഉണ്ടാകുന്നത് ആർക്കാണ്? നിങ്ങളുടെ ഉള്ളിലെ ഞാനെന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ ആ ഒരു ഈഗോയ്ക്ക്, ആ ഒരു അഹന്തയ്ക്കാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. ആ അഹന്ത ഇല്ലാതാവുമ്പോൾ യാതൊരു തരത്തിലുള്ള അനുഭവവും എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം അനുഭവിക്കാനൊരാൾ നമ്മുടെ ഉള്ളിലില്ല. അപ്പോൾ ആളുള്ളത് കൊണ്ടാണ് അനുഭവം ഉണ്ടാകുന്നത്. അപ്പം ഈ അനുഭവങ്ങൾ ആ ആൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ആ ഞാൻ എന്ന് പറയുന്ന ഭാവത്തെ ഊട്ടി ഉറപ്പിക്കാനും കൂടുതൽ ബലപ്പെടുത്താനുള്ള കാരണമായി തീരാം. സോ ഇത്തരം അനുഭവങ്ങൾ തേടി പോവാതെ അല്ലെങ്കിൽ ഇത്തരം സിറ്റുവേഷൻസും കഥകളും റീക്രിയേറ്റ് ചെയ്യാൻ നോക്കല്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ മനോഹരമായ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഉദ്യോഗജനകമായ, ഇനി അതൊന്നും അല്ലെങ്കിൽ ഇതിനേക്കാൾ സൂപ്പർ നാച്ചുറലായ കാര്യങ്ങൾ സംഭവിച്ചെന്നിരിക്കാം. പക്ഷെ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ സെൽഫ് ഐഡൻറ്റിറ്റിക്ക് ഉണ്ടാകുന്ന ഒരു ഇലൂഷനാണ്. ആ ഇലൂഷൻ നിങ്ങളുടെ സെൽഫ് ഐഡൻറ്റിറ്റിയെ കൂടുതൽ ബലപ്പെടുത്തും. അപ്പോൾ ഇതിൽ നിന്നൊരു വെളിയിലേക്കുള്ള വരവില്ല. അപ്പം വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പറയാം, ശിവൻ അല്ലെങ്കിൽ ശിവം ഒരു പ്രതിഭാസമാണ്. നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഈ വാക്ക് ഉപയോഗിച്ചത്. ശരിക്കും ഈ വാക്കല്ല ഉപയോഗിക്കേണ്ടത്.
മലയാളത്തിൽ അതിന് ഉപയോഗിക്കത്തക്ക ഒരു വാക്ക് എൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ഇല്ല. ശിവമെന്ന് തന്നെ നമുക്കതിനെ പറയാം. അതാണ് എനിക്കൊന്ന് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു വേർഡ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഭാഷയിലൂടെ നമുക്ക് സംസാരിക്കാനാവുന്നത്. അപ്പം ശിവം സംഭവിക്കുകയാണ്. ശിവം എവിടെ സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു, ആർക്ക് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യമില്ല. കാരണം കാലത്തിനും ദേശത്തിനും ഒക്കെ അതീതമായി സംഭവിക്കുന്ന കാര്യമാണ്. മൾട്ടിവേഴ്സുകളും മൾട്ടിപ്പിൾ ഡയമെൻഷൻസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ഇലൂഷനിൽ ഈ മനസ്സ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു മായയിൽ, ഈ ഒരു സിനിമയിൽ സംഭവിക്കുന്നതാണ്. ഇതിന് പുറത്തേക്ക് വരുമ്പോൾ അത് സംഭവിക്കുന്ന സ്ഥലത്തിനും വെളിയിലേക്കൊക്കെ പോകും. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിന് ഇത് കോംപ്രഹെൻഡ് ചെയ്യാൻ സാധിക്കില്ല. മനസ്സുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു വിഡ്ഢിത്തമാണ്. മനസ്സുകൊണ്ട് മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ കഥകളും കൂടുതൽ കൂടുതൽ തിയറൈസ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഇതിനൊരു അന്ത്യം ഉണ്ടാവില്ല. യാഥാർത്ഥ്യം അറിയാൻ സാധിക്കും, പക്ഷെ തിയറൈസ് ചെയ്യാനോ പറഞ്ഞ് മനസ്സിലാക്കാനോ സാധിക്കില്ല. സോ അറിയാൻ ശ്രമിക്കുക. ശിവം സംഭവിക്കട്ടെ. ആർക്ക് സംഭവിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, സംഭവിക്കട്ടെ. ബേസിക്കലി ശിവം ഒരിക്കൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും എപ്പോഴും എവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കും. അത് ആയിരക്കണക്കിന് വർഷം മുമ്പ് ഒരിക്കൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ എവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്? എവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ഡയമെൻഷനിലായാലും ഏത് മൾട്ടിവേഴ്സിലായാലും അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ, ഈ നിമിഷം അല്ലെങ്കിൽ ഈ ഒരു സമയമില്ലെങ്കിൽ പോലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അറിയുക. അറിയാൻ പറ്റും, കാരണം അതിപ്പോൾ ഇവിടെ ഉണ്ട്. സോ ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്കറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭാഷയിലൂടെ പറയുമ്പോൾ അത് തെറ്റാണ്. എന്നാലും ഞാൻ പറയാം, അറിയാൻ പറ്റും. അറിയുക, അറിയാനായി ശ്രമിക്കുക. ആ ശ്രമം ഒരു നാൾ ഇല്ലാതാവുകയും അറിവ് മാത്രം എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. താങ്ക് യു.